അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവർ, മണ്ണെറിഞ്ഞു പോകുന്ന ഒരു ദിവസം, ഉറ്റവർ ഉടയവർ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒരു ദിവസം. പ്രിയപ്പെട്ട വാപ്പയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മയാണെന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എൻ്റെ മകനാണ്, മകളാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണെന്ന് പറഞ്ഞ് ആരും കൂടെ കിടക്കാതെ എല്ലാവരും ഇത്തിരി മണ്ണ് വലിച്ചെറിഞ്ഞ് ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മെ പിരിയുന്ന ഒരു ദിവസം. ആ ദിവസത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം ഓർക്കേണ്ടതുണ്ട്. അത് ശാശ്വതമായ ലോകത്തിൻ്റെ ആദ്യത്തെ ഭവനമാണ്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. ആഖിറ ലോകത്തിൻ്റെ ആദ്യത്തെ ഭവനമെന്ന് പറയുന്നത് ഖബ്റാണ്. ആ ഖബ്റിൻ്റെ ഒരു ദൃശ്യവും അനുഭവവും എൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീസുകളും ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ വല്ലാണ്ട് നാം വിചാരിച്ചതുപോലെയൊന്നുമല്ല ഖബർ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സഅദ് റളിയല്ലാഹുവിൻ്റെ മരണം കേട്ട് ഹർഷ് പോലും കുലുങ്ങിയെന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്ര വലിയ ആ ഒരു സ്വഹാബിയുടെ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടപ്പോൾ ഖബറിൻ്റെ ആദ്യ ദൃശ്യം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ അത് സഅദ് രക്ഷപ്പെടേണ്ടിയിരുന്നു എന്നാണ്. കാരണം ഹർഷ് വരെ കുലുങ്ങി എന്നാണ്. ഹർഷ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, എന്താണ് ഈ ഹർഷ്? ഇപ്രവിശാലമായ ഭൂമി അല്ലേ, ഒരുപാട് അല്ലാഹുവിൻ്റെ സൃഷ്ടികളുള്ള ഭൂമി, എത്രയോ വലിയ ഭൂമിയാണ്. ബില്യൺ കണക്കിൽ ജനങ്ങൾ ഇപ്പോൾ വസിക്കുന്ന, ഇനിയും ബില്യൺ കണക്ക് ജനങ്ങൾ വസിക്കാൻ സൗകര്യമുള്ള ഭൂമി. ഇത് തന്നെ പ്രവിശാലമായി നമ്മുടെ കണ്ണിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല. ഇത് അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഹർഷ് മനസ്സിലാക്കുമ്പോൾ ഇതൊന്നങ്ങ് മനസ്സിലാക്കി നോക്ക്, അപ്പോൾ ഹർഷ് എന്താണെന്ന് മനസ്സിലാകും. സഅദ് റളിയല്ലാഹുവിൻ്റെ മരണം എന്താണെന്ന് മനസ്സിലാകും. ആരാണ് ബഹുമാനപ്പെട്ടവരെന്ന് മനസ്സിലാകും. ഈ ഭൂമിയെ അല്ലാഹുവിൻ്റെ മറ്റു സൃഷ്ടികളിലേക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ ഭൂമി ഒന്നുമല്ല. ഇത് തന്നെ നാം ദുനിയാവ് പോലെ എന്ന് പറയും. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അല്ലാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയാണല്ലോ സൂര്യൻ. സൂര്യനിലേക്ക് ഈ ഭൂമി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ഈ ഭൂമി പോലത്തെ 1.3 മില്യൺ ഭൂമികൾ വെക്കാനുള്ള സ്ഥലം സൂര്യനുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യൻ എത്ര വലുതാണ്! സൂര്യൻ്റെ ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ അത് സൂര്യയേക്കാൾ ലക്ഷക്കണക്ക് വലുപ്പമുള്ളതാണ്. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഗാലക്സി. അങ്ങനെ കോടാനുകോടി. ഇതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകളാണ്. ഇത് ഒന്നാം ആകാശത്തിലുള്ള അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അല്ലാഹുവിന് 7 ആകാശങ്ങളുണ്ട്. ഒരു ആകാശത്തിന് രണ്ടാമത്തെ ആകാശത്തിലേക്കും, 2 3ലേക്കും, 3 4ലേക്കും, 4 5ലേക്കും, 6ലേക്കും, 7ലേക്കും 500 വർഷങ്ങളെ വഴി ദൂരമുള്ള ആകാശങ്ങൾ. ഈ ആകാശങ്ങളും ഭൂമിയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെല്ലാം, ഈ കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം, അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പുകളെല്ലാം ആകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിൻ്റെ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ധൂൾ കഷ്ണം പോലെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മരുഭൂമിയിലൊരു മോതിരം വെച്ചതുപോലെ, കടലിലേക്കൊരു മോതിരം ഇട്ടതുപോലെ അർശിൻ്റെ മുമ്പിൽ ഒന്നുമേ അല്ല. അപ്പോൾ അർശിൻ്റെ കുർസി, അല്ലാഹുവിൻ്റെ ആകാശമുകൾക്കുള്ള കുർസിയുടെ മുമ്പിൽ അതൊന്നുമല്ല. അത്രയും വിശാലമാണ് അല്ലാഹുവിൻ്റെ കുർസ്. അല്ലാഹുവിൻ്റെ കുർസിയുടെ മുകളിലാണ് വസിയ കുർസി സമാവാതി വൽ അർദ്, അർശുള്ളത്. ഈ കുർസിനെ അല്ലാഹുവിൻ്റെ അർശിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അർഷും ഒന്നുമേ അല്ല, കുർസി ഒന്നുമല്ല ഹർഷിൻ്റെ മുമ്പിൽ. അപ്പോൾ ഹർഷ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മഹാൻ അവരുടെ മരണം
എത്ര അത്ഭുതമാണ്! മഹാനവർ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഖബറെന്ന്. സുബ്ഹാനല്ലാഹ്. മരിക്കുന്ന നേരം ഈമാനോട് കൂടി ഖബറിൽ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അവരുടെ ഞെരുക്കലുണ്ട്, അത് സഹദിന് പോലും അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? എല്ലാവരും ഒരു മരണവാർത്ത കേട്ടാൽ പറയാൻ തുടങ്ങും, ആ കുടുംബത്തിൻ്റെ മക്കൾക്കാരാണ്, ആ ഭാര്യക്കാരാണ്, ആ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്, പലരും സംസാരിക്കും. എന്നാൽ മരണപ്പെട്ട നമ്മെക്കുറിച്ച് ഒരാളും അയാളെ ഖബറിൽ ഒറ്റക്കാണ്, അയാൾക്ക് തുണയാരാണ് എന്ന് ഒരാളും സംസാരിക്കൂല. നാം നമ്മുടെ ഭാര്യ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യുന്നവർക്ക് വേണ്ടി ഹറാമോ ഹലാലോ ഒന്നും നോക്കാതെ, എന്നാൽ നാളെ പരലോകത്ത് ഇതൊക്കെ നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖബറിൻ്റെ ജീവിതമെന്ന് പറയുന്നത് നാം വിചാരിച്ചതുപോലെയൊന്നുമല്ല. അവിടെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് നാം ചെയ്യുന്ന അമലുകളല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇന്ന് വീഡിയോയുടെ മുമ്പിൽ അല്ല ഇതിൻ്റെ ഭാര്യയാണ്, ഇതിൻ്റെ മകളാണ് എന്ന് പ്രദർശിപ്പിക്കാനും അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനും അവരെ ചുണ്ടിൻ്റെ ചുവപ്പ് കാണിപ്പിക്കാനും അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനും അതിൽ ലൈക്കടിച്ചവർ, മാഷാ അല്ലാഹ് പറഞ്ഞവർ, തബാറക്കല്ലാ എന്ന് പറഞ്ഞവർ, ഇനിയും നിങ്ങളുടെ വീടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, ഇനിയും വരട്ടെ പോരട്ടെ എന്ന് പറയുന്നവർ, നീ മരണപ്പെട്ടെന്നുള്ള വാർത്ത കേട്ടാൽ ഈ ലൈക്കടിച്ചവർ നിൻ്റെ കൂടെയില്ല, ഈ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞവർ നിൻ്റെ കൂടെയില്ല, നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഈ അടുത്ത് ഒരുപാട് അല്ലേ ഇത്തരത്തിലുള്ള വീട് ചെയ്യുന്ന ആളുകൾ ആത്മഹത്യയിലൂടെയും പല വിധത്തിലും മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ ഖബറിടം നമുക്കറിയാം, അവിടെ സ്ഥലം നമുക്കറിയാം, അവരാരാണെന്നും നമുക്കറിയാം. ഒന്ന് അവരുടെ ഖബറിൻ്റെ അരികിലൊന്ന് പോകണം, ഒന്നവിടെ ഇരിക്കണം. ലോകം അടുക്കി വരിച്ച സിനിമാ താരന്മാർ, പ്രശസ്തരായ ആളുകൾ മരണപ്പെട്ടത് നമുക്കറിയാം. അവരുടെ ഖബർ എവിടെയുണ്ടെന്ന് നമുക്കറിയാം. അവിടെയൊന്ന് പോകണം. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ, അവരെ മുമ്പിലൊന്ന് സെൽഫി എടുക്കാൻ, അവരെ ഒന്ന് വാനോല പുകഴ്ത്താൻ വേണ്ടി ഓടിയെത്തിയവർ, അവരെ മുമ്പിലൊന്ന് നിൽക്കാൻ, അവരെ കൈയൊന്ന് തൊടാൻ, അവരെ കൂടെയൊന്ന് നിൽക്കാൻ, അവരെ തോലത്തൊന്ന് കൈവെക്കാൻ ആഗ്രഹിച്ചവർ, ഇന്നവരുടെ ഖബറിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരാളുമില്ല, ഒറ്റക്കാണ്, ഒറ്റക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില്ലറ ജീവിതമാണോ? ശാശ്വതമായ ജീവിതമാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്നും തിന്മയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ ഖബറിൽ എന്തായിരിക്കും? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖബറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും നാം ഓർക്കണം. നമ്മുടെ ഈ തിരക്കുകൾക്ക് വേളയിൽ നമ്മുടെ എല്ലാ സന്തോഷങ്ങളെ തകർക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെ തകർക്കുന്ന, എത്ര കിട്ടിയാൽ മതിവരാത്ത ആഗ്രഹം, ഹിർസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഓർമ്മകൾ നമുക്ക് അത്യാവശ്യമാണ്. ഖബറിനെ കുറിച്ച് ഓർക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക ഒക്കെ പ്രതിഫലമുള്ള കാര്യമാണ്. നാം അല്ലാഹുവിലേക്ക് മടങ്ങാൻ എത്ര ആളുകളാണ്, എത്ര കുടുംബങ്ങളാണ് ഇന്ന് തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാം അല്ലേ, തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ലൈക്കിനും അവർക്കുള്ള ഒരു മാഷാ അള്ളാഹ്ക്ക് വേണ്ടിയും എന്തെങ്കിലും തുച്ഛവരമാനത്തിന് വേണ്ടിയും പരിശുദ്ധ ദീനിനെ കാറ്റിൽ പരത്തുന്ന പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ, അടുത്ത സെക്കൻഡിലും സംഭവിക്കാം. അന അസ്രായീൽ എന്ന് ഒരു പ്രാവശ്യം നമ്മുടെ മുമ്പിൽ വന്ന അസ്രായീൽ എങ്ങനെ പറഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകുന്നത് നമ്മുടെ റൂഹുമായിട്ടാണ്. മുൻകർ നക്കീർ വരുമല്ലോ, ചോദ്യം ചോദിക്കപ്പെടുമല്ലോ. കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂടെ നിന്ന നിന്റെ ഭർത്താവോ, നിന്നെ പ്രോത്സാഹിപ്പിച്ച മറ്റും നിന്റെ ആളുകൾ, അവരാരും നിന്റെ കൂടെ ഇരിക്കില്ല, ഒറ്റക്കനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബർ ജീവിതം അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ദുനിയാവിന് നാശം, ഇതിൻ്റെ പ്രണയിതാക്കൾക്കും നാശം.
കാരണം 40 വർഷമാണ് ഈ ദുനിയാവിന് ഞാൻ ഭരിച്ചത്. 20 വർഷം ഗവർണറായി, 20 വർഷം ഖലീഫയായി ഞാൻ ഭരിച്ചു. എന്നാൽ അന്തിമമായി എനിക്ക് ഈ ദുനിയാവ് നൽകിയത് ഇതാ ഈ രോഗവും ഈ അപമാനവുമാണ്. അത്രയേ ഉള്ളൂ. നാം ഒരുപാട് നേടാൻ ആഗ്രഹിച്ചാൽ അവസാനം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 6 അടി മണ്ണിലാണ് നാം കിടക്കേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫിറു ലി അഖീകും, നിന്റെ സഹോദരന് വേണ്ടി നീ ഇസ്തിഗ്ഫാർ പറയുക. കാരണം ഫഇന്നഹുൽ ആന യുസ്അലു, ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വഹീദം വഫർദ, ഒറ്റക്ക് കഴിയേണ്ട ഒരവസ്ഥ അല്ലേ? പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ലൈക്കിന് വേണ്ടി എന്തും ചെയ്യുന്നവർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് തിരുത്താനുള്ള അവസരമാണ്. നാം ഇതൊന്നും തിരുത്താതെ ഈ അവസരങ്ങളെല്ലാം പാഴാക്കിയാൽ നമുക്ക് അള്ളാഹു ഗഫൂറും ഗഫാറുമാണ്. എല്ലാ തിന്മകളിൽ നിന്ന് ഒഴിവായി മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു, മരണവേളയിൽ വല്ലാത്ത വെപ്രാള സമയത്തിൽ പറയാറുണ്ട്, അല്ലാഹ് എൻ്റെ വിശുദ്ധ ഖുർആനിൽ നീ ഉദ്ദേശിച്ചവർക്ക് പൊരുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനെ, ആ ഉദ്ദേശിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ശിർക്കല്ലാത്ത എല്ലാ പാവങ്ങൾ പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, എൻ്റെ പാവങ്ങൾ പൊരുത്തു തരണേ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സർവ്വ പാവങ്ങൾ അള്ളാഹു പൊരുത്തരട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.